ദൈവത്തിന് മഹത്വം. ഈ പുതിയ ദിവസം പുതിയ നന്മകളാൽ ദൈവം നമ്മെ നിറയ്ക്കട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 57:10. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. ജീവിത യാത്രയിൽ തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, പരാജയപ്പെട്ടു എന്ന് വരുന്ന എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് കൽപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന ജീവിതത്തിൻ്റെ ചില ബലഹീന നിമിഷങ്ങൾ ഉണ്ട്. ആ നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളായിരിക്കാം. സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നതായിരിക്കാം. പ്രിയമുള്ളവർ, സ്നേഹിച്ചവർ തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം. ജീവിതത്തിൻ്റെ അടിത്തറകളെ ഇളകുന്നത് പോലുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും ആയിരിക്കാം. ഈ ജീവിതം വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതാണ്. യാത്രയിൽ ഇത് എന്ന് തീരും, ഇതിനൊരവസാനമില്ലേ എന്ന് ചോദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ആത്മാവിൽ ജീവശക്തി പ്രാപിക്കുന്ന ദൈവ പൈതലിന് വഴിയെ നോക്കി നിഷ്ഫലമെന്നും ഇനി സാധിക്കയില്ല എന്നും പറയുന്നില്ല. അകത്ത് ജീവശക്തി ഉള്ളതിനാൽ ക്ഷീണം തോന്നുകയില്ല. പിന്നിട്ട് വന്ന വഴിയെ നോക്കുമ്പോൾ, ഇനി മുന്നോട്ട് നടക്കുവാനുള്ള ദൂരവും കണക്കാക്കുമ്പോൾ, പിന്നിട്ട വഴികൾ എത്രയോ കഠിനവുമായിരുന്നു, വേദനയായിരുന്നു, പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. ആ വഴികളെല്ലാം നടന്നെത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്ര പിന്നിട്ട വഴിയേക്കാൾ ദൂരക്കുറവും പ്രതിസന്ധികൾ ഇല്ലാത്തതുമാണ്. അഥവാ പ്രതിസന്ധിയുടെ കാഠിന്യം കുറഞ്ഞതുമാണ്. ജീവിതത്തിൻ്റെ ഭയവും ഭാരവും നിരാശകളും ജീവിതത്തിൽ പിന്നിട്ട നാളുകളിലെ സാഹചര്യങ്ങളും ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി എന്ന് ചോദിക്കാറുണ്ട്. എന്നെക്കൊണ്ടിത് എങ്ങനെ സാധിച്ചു? എൻ്റെ കൂടെ തുടങ്ങിയവർ പലരും തളർന്നുപോയി. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ പലരും ക്ഷീണിച്ചു പോയി. എന്നോടൊപ്പം നടന്ന് തുടങ്ങിയവർ പലരും വഴിത്തലക്കിൽ വഴിമാറിപ്പോയി. എന്നിട്ടും ഇന്ന് വരെയും ക്ഷീണം തോന്നാതെ, തളർന്നു പോകാതെ നടത്തിയത് ആരംഭത്തിൽ തന്നെ അവസാനത്തെയും പൂർവകാലത്ത് തന്നെ വരുവാനുള്ളതിനെയും ആരാഞ്ഞറിയുന്ന അത്യുന്നതൻ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം തികപ്പാൻ ശക്തൻ എന്നുള്ള വാഗ്ദത്തമാണ് ഇതുവരെയും നിർത്തിയത്. പിന്നിട്ട നാളുകളെ, പിന്നിട്ട വഴികളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള വഴികൾ എളുപ്പമാണ്, വളരെ വേഗം തീരുന്നതാണ്. യാത്രയിൽ ജീവശക്തി കൈമോശം വരാതെ മുറുകെ പിടിക്കുമെങ്കിൽ ക്ഷീണിക്കുകയില്ല, തളർന്നു പോകുകയില്ല. അവൻ നമ്മെ തീരത്ത്
എത്തിക്കും. ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ തളർന്നു പോകാതിരിക്കേണ്ടതിന്, ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന്, ജീവിതം യാത്രകൾ നിഷ്ഫലമെന്ന് പറയാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ആത്മാവിൽ ശക്തിയും ബലവും നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.